നോർമലി ഞാനിരിക്കുമ്പോ ഇവള് പറഞ്ഞൊരു ഉദാഹരണം ഉണ്ട്, അമ്പിയുടെ പോലെയാന്ന്. മറ്റേ അന്യൻ സിനിമയിലെ അമ്പി എന്ന് പറയുന്ന ക്യാരക്ടർ പോലെയാണ് പൊതുവെ. പിന്നെ ചേട്ടൻ ചില സമയത്ത് ദേഷ്യം വരുമ്പോ അന്യനെ പോലെ ആവുന്നതാണ്. പക്ഷെ എപ്പോഴാണ് റെമോയെ പോലെ ആവുന്നത്? അതാണ് എനിക്കറിയാം. അത് എന്തെങ്കിലും ചോദിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ വളരെ അപൂർവമായിട്ട് ആവാറില്ല. എനിക്ക് എന്തോ റെമോ വരുന്നില്ല. അപ്പൊ വരും അല്ലല്ല, അത് വരും. പക്ഷെ അത് എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റാത്ര അത് വരും. പക്ഷെ ഞാൻ ഇവളുടെ അടുത്ത് പറഞ്ഞു, ഇനി ഈ കഥ വേറെ ഏതെങ്കിലും ഒരു ചാനൽ ഇന്റർവ്യൂവിന് മുന്നേ പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ സാധാരണ ഗംഗയാണ്, പക്ഷെ എപ്പോഴൊക്കെയാണ് നീ നാഗവല്ലിയായി മാറാനുള്ള സത്യം കൂടി ഞാൻ വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് ഇപ്പൊ നല്ല കുട്ടിയായിട്ട്. എങ്കിൽ ഞാൻ ആ ചോദ്യം അപ്സരയോട് തന്നെ ചോദിക്കാം. ഇപ്പൊ ഗംഗയായിട്ടിരിക്കല്ലേ, നാഗവല്ലിയായിട്ട് മാറുന്ന എപ്പോഴാ? അതെന്റെ സ്വഭാവം ശരിയല്ല. അയ്യോ അങ്ങനെ അവള് സത്താണ്. കൊടുത്തു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചേട്ടൻ പറഞ്ഞില്ലേ ചേട്ടന്റെ സ്വഭാവം മാറുമ്പോഴാണ്. അതെ, എപ്പോഴൊക്കെ ചേട്ടന്റെ സ്വഭാവം മാറുന്നേ? പെട്ടെന്ന് ദേഷ്യം വരും. ഷോർട്ട് ടെമ്പേർഡ് എന്നല്ല, എനിക്ക് ചില കാര്യങ്ങൾ 2 വട്ടം പറയാം, 3 പ്രാവശ്യം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് പൊതുവെ ചെറുപ്പം തൊട്ട് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. 1 പ്രാവശ്യം പറയും, 2 പ്രാവശ്യം, 3 പ്രാവശ്യം പറയും. പിന്നെ ചില ആൾക്കാർ പറയുമല്ലേ മോളെ, ഒന്നും പറയാ അഭിനയിച്ച കാണിക്കോ? ആ നടി ഉണരുന്നുണ്ട്. അല്ല അഭിനയിക്കുന്നതല്ല, ശരിക്കും ആദ്യം ഇങ്ങനെ പറയുമല്ലോ. ഇപ്പൊ തന്നെ ഞാൻ വീട്ടില് ഇപ്പൊ ചൗലൊക്കെ നമ്മളിങ്ങനെ ഇടുമല്ലോ, ഞാനിങ്ങനെ ഇട്ടിട്ട് ഇടും. ചേട്ടൻ പറയും ഈ ചൗല് ഞാൻ എപ്പോഴും പറയില്ല ഇങ്ങനെ വിടർത്തിയിടണമെന്ന്. 2 പ്രാവശ്യം പറയും, 3ാമത്തെ പ്രാവശ്യം ഇനി ഇങ്ങനെ ഇവിടെ അല്ല 4 തവണ 5ാമത്തെ തവണ കഴിയുമ്പില്ല, 6ാമത്തെ തവണ ഇങ്ങനെ ഇട്ടാലും ചേട്ടൻ തന്നെ വിടർത്തിയിട്ടുള്ളൂ. അയ്യോ 6ാം തവണ ഞാൻ പ്രാവശ്യം ഞാൻ ഇപ്പൊ പഠിച്ചു. കാരണം ഇവൾക്ക് ജീവിതത്തിൽ ഇന്ന് വരെ കുളിച്ചിട്ട് ഇവളെ വീട്ടിൽ പോയി ഇവളെ വീട്ടുകാർക്ക് അങ്ങനെയാണ് ചുറ്റിക്കൂട്ടി ഈ കസേരയും വിടും. ഞാൻ പറയും കസേരയും വിടാണ് ഇതൊന്ന് വിരിച്ചിട്ട് എന്നോട് പറയിച്ചാണ്. ഈ ചെറിയ സ്മെല്ല് ഞാൻ പെട്ടെന്ന് എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുക. എന്ന് വെച്ചാൽ അപ്പുറത്തെ വീട്ടിൽ ഒരാൾ സിഗരറ്റ് വിളിച്ച് ഞാൻ ഇപ്പുറത്തെ വീട്ടിൽ ഇരുന്ന് ചീത്ത വിളിക്കും. ഇവിടെ വീട്ടിൽ അടുപ്പ് കത്തിച്ച് എനിക്ക് ചെറിയ പുക, ചെറിയ സ്മെല്ലുകളൊക്കെ, ചെറിയ ശബ്ദങ്ങളൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ പറയും ഒരിക്കലും എനിക്കത് കണ്ടുപിടിച്ചത് നനഞ്ഞ തുണി ചുറ്റുകൂട്ടിയിടുക. അപ്പം എനിക്കിങ്ങനെ അപ്പൊ തന്നെ പെരുപെരുന്ന് ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴല്ലേ ഇത് ഇടുന്നത്, അതിപ്പോ ഇട്ടല്ല ഞാൻ ഇപ്പൊ കുളി കഴിഞ്ഞുള്ള തിരക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം കുടഞ്ഞ് പിന്നെ പറയും മഴയൊക്കെ ഇട്ടല്ലേ. പിന്നെ കേൾക്കണ്ട നമ്മൾ എന്ത് ചെയ്യും, ആ ചുറ്റുകൂട്ടി സാധനം ഞാൻ എടുത്തിട്ട് നേരെ അങ്ങനെ എടുത്ത് മൂലക്ക്. കാരണം നമ്മൾ അവിടെ കിടക്കെ വിരിച്ചിടുമ്പോ എന്താണെന്നറിയോ, പിന്നെ കുളി കഴിഞ്ഞ് വരുമ്പോ നേരെ ചുറ്റുകൂട്ടിട്ട് തന്നെ നോക്കും വിരിച്ചിടാൻ. അത് മാറ്റാൻ വേണ്ടി അത്രയ്ക്കുള്ള അങ്ങനെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു. പിന്നെ വേറെ കാര്യമുണ്ട്, അയ്യോ ഇവര് പറഞ്ഞു മതി അവസാനിപ്പിക്കാം, ഇവരൊക്കെ ഉറങ്ങി. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മൾ ഈ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആൾക്കാർ വളരെ പെട്ടെന്ന് തന്നെ ആ ഷോർട്ട് ഇതാണെങ്കിലും എന്റെ വീട്ടിൽ അമ്മേന്റെ ചേച്ചി പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ അത് പെട്ടെന്ന് ദേഷ്യപ്പെടുമ്പോ ഒരു 5 മിനിറ്റ് സമയം വേണ്ട. പറഞ്ഞ തന്നെ എന്റെ അമ്മേന്റെ അടുത്ത് ചെറുപ്പത്തിൽ പറയും കടയിൽ പോയിട്ട് പഞ്ചസാര വാങ്ങിച്ചോണ്ടിരാൻ പറഞ്ഞ എന്റെ പട്ടി പോകുന്നു പറയും. അപ്പൊ അതാണ് അമ്മ കവറെടുത്തോണ്ട് വെക്കും. 1 മിനിറ്റുള്ളിൽ വീക്ക്നെസ് എന്റെ ഭാര്യക്കറിയാം. അതുകൊണ്ട് ഭാര്യ എപ്പോഴും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പറയും പറ്റൂല എന്ന് പറഞ്ഞാലും ഇവള് വെയിറ്റ് ചെയ്യും. ഒരു മണിക്കൂറത്തേക്ക് എന്റെ അടുത്ത് മിണ്ടൂല. അതൊക്കെ ഞാൻ പറഞ്ഞൊക്കെ മേടിച്ചോണ്ട് കൊടുക്കും.